ഇപ്പോൾ നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഉള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി സംസാരിക്കുന്നു. അതിലേക്ക് നോക്കിയിരിക്കുന്ന സമീപനമല്ല കേരളത്തിൽ LDF സർക്കാർ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാർ വിറ്റഴിക്കാൻ വെച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളായ വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി, കാസർഗോഡ് BML, ഇതെല്ലാം കേരള സർക്കാർ ഏറ്റെടുത്ത് നടത്തി വരികയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോഷ്യലിസം എന്ന ആശയത്തെ തീർത്തും പുറന്തള്ളുകയാണ് BJP സർക്കാർ. അവരൊരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ സമ്പദ്ഘടനയ്ക്കുണ്ടാകുന്ന ഗുരുതരമായ ഭവിഷ്യത്ത് എന്താണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ചാഞ്ചാട്ട സമീപനം ഉപേക്ഷിച്ച് നെഹ്റുവിയൻ ആശയത്തെ പിന്തുണക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇക്കാര്യത്തിലും അതിശക്തമായ നിലപാട് പാർലമെൻറ്റിൽ സ്വീകരിക്കണമെങ്കിൽ അവിടെ മതിയായ ഇടതുപക്ഷ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് നിസ്തർക്കമായ കാര്യമാണ്. സർ, പേരിനെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇന്നും ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ യൂണിയൻ സർക്കാരിനെ നയിക്കുന്ന കക്ഷിക്ക് ഇഷ്ടപ്പെടാത്ത പല സംസ്ഥാന സർക്കാരുകളും ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഈ അടുത്ത ദിവസം വരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ചീട്ടുകൊട്ടാരമല്ല LDF നയിക്കുന്ന കേരള സർക്കാർ. സർ, ഇവിടെ ഒരു കാര്യം നാം ഓർക്കുന്നത് നല്ലതാണ്. മറ്റൊന്നുകൊണ്ടല്ലോ, ഓർക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. ഐക്യ കേരളം രൂപീകൃതമായതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ സർക്കാർ രൂപീകരിച്ചു. സ്പീക്കറെ മാറ്റി നിർത്തിയാൽ ഒരാളുടെ ഭൂരിപക്ഷമായിരുന്നു ആ സർക്കാരിനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ സ്ഥാപിത താല്പര്യക്കാർ, പണച്ചാക്കുകൾ, അന്ന് കേന്ദ്രം ഭരിക്കുന്നവർ പഠിച്ച പണി 18 നോക്കി. ആ 18 പയറ്റിയിട്ടും ഒരാളെ പോലും അടർത്തിയെടുക്കാൻ പറ്റിയില്ല. ആ പാരമ്പര്യമാണ് ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ സർക്കാരിനും. ഈ സർക്കാരിനെ എങ്ങനെയെല്ലാം ദുർബലപ്പെടുത്തണം എന്നാണല്ലോ പ്രതിപക്ഷം ആലോചിക്കുന്നത്. ഒരു പ്രതിപക്ഷത്തിന് സർക്കാരിനെ എല്ലാ കാര്യത്തിലും പിന്തുണക്കാനുള്ള ബാധ്യതയുണ്ട് എന്നൊന്നും ഞാൻ ഉന്നയിക്കുകയല്ല. ഞങ്ങളെ വിമർശിക്കാനും ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള പ്രതിപക്ഷത്തിൻ്റെ അവകാശത്തെ ഞങ്ങൾ മാനിക്കുക തന്നെയാണ്. പക്ഷേ വാലും തലയുമില്ലാത്ത ആരോപണങ്ങളുമായി, അസത്യങ്ങളുടെ ഘോഷയാത്രയുമായി ഞങ്ങൾക്കെതിരെ നിങ്ങൾ നടത്തുന്ന പടപ്പുറപ്പാട് അത് ആരെ തൃപ്തിപ്പെടുത്താനുള്ളതാണ് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ടതാണ്. ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ അവിഭാജ്യ ഘടകമായ ഫെഡറലിസം നേരിടുന്ന ഭീഷണിയെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കും പശ്ചാത്തല സൗകര്യത്തിനും പണം നീക്കിവെക്കാൻ മുൻകൈയെടുക്കുന്ന കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ കേരള ജനത നേരിൽ കാണുകയാണ്. നമ്മുടെ നികുതി വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം മൂലധന ചെലവിനും പശ്ചാത്തല സൗകര്യ വികസനത്തിനും നീക്കിവെക്കുക എന്ന ആശയം 2016 കേരളം മുന്നോട്ട് വെച്ച് നടപ്പാക്കിയതാണ്. പിന്നീട് യൂണിയൻ സർക്കാരും ഇത്തരം മാതൃക പിന്തുടർന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തെ ഈ കാരണം പറഞ്ഞുകൊണ്ട്
സാമ്പത്തിക ഉപരോധത്തിലാക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത്. സർ, 15 ധനകാര്യ കമ്മീഷന്റെ അംഗീകരിക്കപ്പെട്ട ശുപാർശകൾ അതുപ്രകാരം സംസ്ഥാനത്തിന് ആഭ്യന്തര വരുമാനത്തിൻ്റെ 3 മുതൽ 3.5% വരെ വായ്പാ പരിധിയുണ്ട്. എന്നാൽ കിഫ്ബിയും സാമൂഹ്യക്ഷേമ പെൻഷൻ കമ്പനിയും അവരെടുക്കുന്ന വായ്പകളെ സംസ്ഥാന സർക്കാർ വായ്പയായി പരിഗണിച്ചുകൊണ്ട് കേരളത്തെ കമ്പോള വായ്പാ പരിധി മുൻകാല പ്രാബല്യത്തോടെ വെട്ടിച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക അടിച്ചമർത്തൽ നയം കേന്ദ്ര ധനമന്ത്രാലയം കൈക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടത്തിലാണ് കേരളമുള്ളത്. കേരളം ഇത്തരമൊരു വിഷമസന്ധിയിലെത്തി നിൽക്കുമ്പോൾ ഇവിടെ കെടുകാര്യസ്ഥതയാണ്, ധൂർത്താണ് എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിനോടൊപ്പമുള്ളവരും പ്രചരിപ്പിക്കുന്നത്. സർ, കടക്കണിയെന്നും സൗകര്യം പോലെ പറയുന്നുണ്ട്. എന്താണ് ഇവിടെ യാഥാർത്ഥ്യം? അതിലെ കണക്കുകൾ സംസാരിക്കട്ടെ. അത് 2021-22, 22-23 സാമ്പത്തിക വർഷങ്ങളിൽ നമ്മുടെ തനത് നികുതി വരുമാനം 22% വർദ്ധിച്ചിട്ടുണ്ട്. 2013-14 ശേഷം ഇതാദ്യമായാണ് ഇത്തരം ശ്രദ്ധേയമായ വളർച്ചാ നിരക്ക് തനത് നികുതി വരുമാനത്തിൽ ഉണ്ടാകുന്നത്. 2016-17 മുതൽ 2020-21 വരെ കേരളത്തിൽ നിലനിന്നിരുന്ന അസാധാരണ സാഹചര്യങ്ങൾ നമ്മുടെ നികുതി വരുമാന വളർച്ചയെ പിന്നോട്ട് വലിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവയെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ നികുതി പരിശ്രമം വിജയകരമായി മുന്നേറുകയാണ്. കേരളം നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണെന്ന് ദോഷൈക ദൃക്കുകൾ പറയുന്നുണ്ട്. സർ, നടപ്പ് സാമ്പത്തിക വർഷത്തിൽ GST ഇൻ്റലിജൻസ് വിഭാഗം 2000 കോടിയിൽ പരം രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. അത് ഖജനാവിലേക്ക് അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.89% ഉണ്ടായിരുന്ന സംസ്ഥാന വിഹിതം 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 1.92% കുറച്ചു. ഇതുമൂലമുണ്ടാകുന്ന കുറവ് 18,000 കോടി രൂപയാണ്. GST നഷ്ടപരിഹാരം നിർത്തിയതുകൊണ്ടുണ്ടായ കുറവ് 12,000 കോടി രൂപയാണ്. റവന്യൂ കമ്മി ഗ്രാൻറ്റിൽ 8,400 കോടി രൂപയുടെ കുറവുണ്ടായി. വായ്പാ അനുമതി നിഷേധിച്ചത് മൂലം 19,600 കോടി രൂപയാണ് കുറവ് വന്നത്. അങ്ങനെ വരുമാനത്തിൽ 57,000 കോടി രൂപയിലധികം കുറവുണ്ടായിരിക്കുകയാണ്. മിക്ക കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്ര സഹായ വിഹിതം 75% നിന്നും 2015-16 മുതൽ 60% കുറച്ചിരിക്കുകയാണ്. ഇതിലുപരി സംസ്ഥാന സർക്കാർ കൂടി നടത്തിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേരിലും ബ്രാൻഡിംഗ് നടത്തണമെന്ന് നിഷ്കർഷിക്കുകയാണ്. ഇത് ചെയ്തില്ല എങ്കിൽ ധനസഹായം നൽകില്ല എന്നാണ് പറയുന്നത്. ഇത് ഫെഡറൽ സംവിധാനത്തിന് തികച്ചും അന്യമാണ്. കാര്യക്ഷമവും സമഗ്രവുമായി പ്രവർത്തിക്കുന്ന GST വിഭാഗമാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന GST വകുപ്പ് ഇത്ര സമഗ്രമായി പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പുനഃസംഘടനയെക്കുറിച്ച് പഠിക്കുവാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ചെലവിൻ്റെ കാര്യത്തിൽ സർക്കാർ മിതവ്യയം പാലിക്കുന്നുമുണ്ട്.